ഞാൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ വിദ്യാ സുഭാഷാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് പെരിഫറൽ ന്യൂറോപ്പതി? നമ്മുടെ കൈകാലുകളിലെ അഗ്രങ്ങളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് അതുവഴി നമ്മുടെ നാഡീക്ഷയം ഉണ്ടാകുന്നതിനെയാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ലക്ഷണങ്ങളോടെയാണ് വരുന്നതെന്ന് നോക്കാം. കൈകാലുകളുടെ അറ്റങ്ങളിൽ പുകച്ചിൽ, നീറ്റൽ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നു വെച്ച് കുത്തുന്ന പോലൊരു തോന്നൽ, മരവിപ്പ്, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. ഇനി നമ്മൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, എന്ത് കാരണമാണ് ഇത് വരുന്നതെന്ന് നോക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പ്രമേഹമാണ്, ഡയബറ്റീസ്. അപ്പോൾ അത് പഞ്ചസാരയുടെ അളവ് കൂടുന്നതനുസരിച്ച് ഈ നാഡീക്ഷയം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാത്രമല്ല, പ്രമേഹം മാത്രമല്ല, വൃക്കരോഗങ്ങളിൽ ചിലപ്പോൾ അമിതമായ മദ്യപാനത്തിൽ അതുവഴി വൈറ്റമിൻ്റെ കുറവ് വന്നിട്ടും അതല്ലാതെയുള്ള വൈറ്റമിൻ കുറവുകളിലും ഇതേ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. പിന്നെ അണുബാധ, HIV, ഹെപ്പറ്റൈറ്റിസ് സി ഇങ്ങനെയുള്ള അണുബാധകളിൽ വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ അമിതമായ പുകവലി കാരണവും രക്തക്കുഴൽ ചുരുങ്ങി പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട്. ഇനി നമ്മളിതിനെ എങ്ങനെ ചികിത്സിക്കാം? അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ രോഗലക്ഷണങ്ങളെ കണ്ടുപിടിച്ചിട്ട് അതിനെ നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന അസുഖമാണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. അതിനായിട്ട് നമുക്ക് നാഡി ടെസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് നമ്മൾ ഞരമ്പിൻ്റെ ഈ നാഡിയുടെ ക്ഷയം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിച്ച് ഇതിൻ്റെ ചികിത്സാ രീതികൾ തുടരാവുന്നതാണ്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ, പത്തനംതിട്ട.